നമസ്കാരം. കോട്ടയം നട്ടാശ്ശേരിയിൽ തൻ്റെ ജന്മനാട്ടിലെ ഒരു അമ്പലത്തിൽ നന്ദഗോവിന്ദം ഭജൻ സംഘം ഭജൻ അവതരിപ്പിക്കുന്നതിനിടയിൽ ഒരു ക്രിസ്ത്യൻ ഭജൻ ചൊല്ലിയതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന കോലാഹലം തുടരുകയാണ്. ഛത്തീസ്ഗഡ് വിഷയം മുതൽ FCRA വിഷയം വരെ കേരളത്തിലെ ക്രൈസ്തവരെയും BJPയെയും അകറ്റണമെന്ന് വാശിയുള്ള ചിലരുടെ ഗൂഢാലോചന തുടരുന്നതിൻ്റെ ഭാഗമാണ് ഈ നന്ദഗോവിന്ദം ഭജൻ വിഷയവും എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നന്ദഗോവിന്ദം ഭജൻ സംഘം RSSൻ്റെയും BJPയുടെയും ചെലവിൽ പേരെടുത്തതിനു ശേഷം അവർക്ക് ആവശ്യത്തിന് സൽപ്പേരും പണവും ലഭിച്ചപ്പോൾ അവർ കപട മതേതരത്വം പറഞ്ഞ് എതിർഭാഗത്തുള്ള ആളുകളുടെ കൂടി സൽപ്പേരിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് ഇക്കൂട്ടർ നടത്തുന്ന ആരോപണം. സാധാരണ ഹിന്ദു വിശ്വാസികളുടെ വികാരമൊന്നും ഈ കുത്തിത്തിരിപ്പുകാർക്ക് ഒരു വിഷയമേ അല്ല. അറിഞ്ഞോ അറിയാതെയോ പതിയെ പതിയെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന പല ഹിന്ദുത്വവാദികളും ഇതിൻ്റെ ഭാഗമാകുന്നു. ഇന്നലെ വരെ സൗഹൃദത്തോടെ പെരുമാറിയിരുന്നവരോട് പോലും ശത്രുതയോടെ സംസാരിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇവരോടൊക്കെയുള്ള എൻ്റെ ഏറ്റവും വലിയ പരാതി നന്ദഗോവിന്ദം ഭജൻ സംഘം ഹിന്ദു സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവന നമ്മുടെ വലിയ ആചാര്യന്മാർക്ക് പോലും നൽകാൻ കഴിയുന്നില്ല എന്നതാണ്. ആത്മീയ സമ്മേളനങ്ങൾ അടക്കം ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ പലതും സംഭവിക്കാറുണ്ടെങ്കിലും അതൊന്നും സാധാരണ മനുഷ്യരുടെ ഹൃദയത്തെ തൊടാറില്ല. എന്നാൽ സ്വന്തം അധ്വാനം കൊണ്ട് ദീർഘകാലത്തെ പരിശ്രമം കൊണ്ടും വളർന്നു വന്ന ഈ ഭജന സംഘം കേരളത്തിലുണ്ടാക്കിയ അനുരണനങ്ങൾ ചില്ലറയല്ല. വേടന്മാരാൽ സ്വാധീനിക്കപ്പെട്ട് ഭക്തിമാർഗം വിട്ടുപോയ പുതുതലമുറ പോലും നന്ദഗോവിന്ദം ഭജനയുടെ ആരാധകരായി മാറുകയും അവർ എവിടെ കൂടിയാലും ആയിരക്കണക്കിന് മനുഷ്യർ എത്തുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഒരു സംഘടനയും തുനിയേണ്ടതില്ല. ഈ കുട്ടികളുടെ അധ്വാനവും അവരുടെ ഭക്തിയും തന്നെയാണ് അവരുടെ വിജയത്തിൻ്റെ അടിത്തറ. ഇത് തിരിച്ചറിയാതെ അവരെ സ്വന്തമാക്കാൻ വേണ്ടി ചിലർ ശ്രമം നടത്തുകയും അതിനവർ വഴങ്ങാതെ വരികയും ചെയ്തപ്പോഴാണ് എങ്ങനെയെങ്കിലും അവരുടെ യശസ്സിനെ മങ്ങലേൽപ്പിക്കാൻ സംഘടിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പോഴത്തെ നന്ദഗോവിന്ദം ഭജൻ വേട്ട ഡിസൈൻ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ നടന്നു വരുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് ഒരു ആശംസ ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ മടി കാണിച്ചതിന് പകവീട്ടുകയാണ് ചിലർ എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. അത് എത്രമാത്രം വാസ്തവമാണ് എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇവരെ അടിക്കാൻ വേണ്ടി ഒരു വടി കാത്തു നിന്നവർ ഒരു ക്രിസ്ത്യൻ ഭജൻ്റെ പേരിൽ ചീത്ത വിളിച്ച് രംഗത്തിറങ്ങിയായിരുന്നു. എന്നാൽ ജനപിന്തുണ അവർക്കാണെന്നും അവരെ ചീത്ത വിളിക്കാനിറങ്ങിയ തീവ്ര സംഘപരിവാർ ചിന്താഗതിക്കാർക്കല്ല എന്നും ബോധ്യമായപ്പോൾ അവർ പെട്ടെന്ന് ക്രിസ്ത്യൻ ഗാനത്തോടോ അമ്പലമുറ്റത്ത് ക്രിസ്ത്യൻ പാട്ട് പാടിയതിനോടോ അല്ല ഭജന പാടിയതിനോടാണ് എതിർപ്പ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്രിസ്ത്യൻ ഗാനം പാടുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായ ആരാധനയുടെ ഭാഗമായ ഭജൻ നടത്തുമ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യൻ പാട്ട് പാടുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം. ഡൽഹിയിലുള്ള കൃഷ്ണപ്രസാദ് എന്നു പേരുള്ള എൻ്റെ ഒരു വാട്സാപ്പ് സുഹൃത്തായ സംഘപരിവാറുകാരൻ ഇങ്ങനെയാണ് എന്നോട് വിശദീകരിച്ചത്. ചേട്ടാ, നിങ്ങളുടെ നന്ദഗോവിന്ദം ഭജൻസിന്റെ വിവാദമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കണ്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഭജനയും ഗാനമേളയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗാനമേളയ്ക്ക് ഇപ്പൊ മാപ്പിളപ്പാട്ട് പാടാറുണ്ട്, ഇസ്രായേൽ നാഥൻ ആ പാട്ട് പാടാറുണ്ട് അമ്പലങ്ങളിൽ. ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പാടും. ഞങ്ങളൊന്നും ആർക്കും ഒന്നും തോന്നാറില്ല, അത് ആസ്വദിക്കാറുണ്ട്. ഇത് ഹിന്ദുക്കളുടെ ദൈവികമായ ഭജന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ മാത്രം പാടുന്ന ഒരു പരിപാടിയാണ് ഭജന. അതിന്റെ ഇടയിൽ ഒരു ക്രിസ്തീയ ഗാനം കുത്തിക്കയറ്റി മതസൗഹാർദ്ദം തെളിയിക്കേണ്ട എന്താവശ്യമുള്ളത്? അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ വെറുത്ത വീഡിയോ ചെയ്യുക. ഗാനമേളയ്ക്ക് പാടാറില്ല. ഇത് ഗാനമേളല്ല, അത് ഭജനയാണ്. ഭജന ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന പരിപാടിയാണ്. ഞാനും ഇസ്രായേലിൻ നാഥനൊക്കെ ഒരുപാട് പാടും, ഇപ്പോഴും ആസ്വദിക്കുന്ന ആളാണ്. പക്ഷെ അത് ഞാൻ എന്റെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോഴോ ദൈവത്തിന്റെ ഭജന പാടുമ്പോഴോ അതിന്റെ ഇടയിൽ പാടാറില്ല. ഞാനും മാപ്പിളപ്പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. ഇതൊന്നും അറിയാതെ നിങ്ങൾ വെറുതെ ഈ ലൈക്കിനും ഇതിനും വേണ്ടി ഇല്ലാത്ത കാര്യം പറയണം. ഭജന ഗാനമേളയിൽ പാടുന്നതല്ല പ്രശ്നം. ഹിന്ദുവിന്റെ അമ്പലത്തിലെ ഭജനയില് ക്രിസ്തീയ ഗാനം പാടിയ ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? അതിനെയാണ് എതിർക്കുന്നത്. അത് മനസ്സിലാക്കുക. ഞാനൊക്കെ ഇപ്പോഴും ക്രിസ്തീയ ഗാനവും മുസ്ലിം ഗാനങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. അതിനൊന്നും വർഗീയതയൊന്നുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന മുൻ DGP കൂടിയായ TP സെൻകുമാർ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനിടയിലിട്ട കുറിപ്പ് കണ്ടപ്പോഴാണ്. യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഹരിവരാസനം കേട്ടാൽ അയ്യപ്പൻ ഉറങ്ങാൻ പറ്റുമെങ്കിൽ
നന്ദഗോവിന്ദം ക്രിസ്ത്യൻ ഭജന പാടിയാൽ ഒരു ദൈവത്തിനും ഉറക്കം നഷ്ടപ്പെടില്ല കുത്തിത്തിരിപ്പുകാരൻ ഞാൻ ഇട്ടപ്പോൾ അത് പള്ളിയിൽ പോയി പാടിയാൽ മതി ഷാജ എന്ന് ഡോക്ടർ TP സെൻകുമാർ മറുപടി കിട്ടുമെന്ന് ഓർക്കണം. നാരായണൻ പൈ ഗോവിന്ദ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് അയച്ചു തന്നു. അതിലൊരു പ്രശ്നമുണ്ടല്ലോ സാറേ. യേശുദാസ് എന്ന ക്രിസ്ത്യാനി പാടിയ ഹരിവരാസനം എന്ന അയ്യപ്പ ഭക്തിഗാനം കേട്ടാണ് അയ്യപ്പൻ ഉറങ്ങുന്നത്. അല്ലാണ്ട് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എന്ന പാട്ട് കേട്ടല്ല. ഒരു ലോജിക്കൊക്കെ വേണ്ടേ സാറേ? ഇത്തരത്തിൽ ചേരി തിരിഞ്ഞുകൊണ്ട് തികച്ചും വർഗീയമായി ഇതിനെ ചിത്രീകരിക്കുകയും ഭജന എന്ന ഒരു ഡെഫിനേഷനിലേക്ക് ഇതിനെ മാറ്റുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇക്കൂട്ടർ മറന്നുപോകുന്നത് നന്ദഗോവിന്ദം ഭജൻ സംഘം ഏതെങ്കിലും ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്തോ ക്ഷേത്രത്തിലെ ആരാധനയുടെ ഭാഗമായോ അല്ല ഭജൻ പാടുന്നത് എന്നതാണ്. ക്ഷേത്രത്തിൽ ഒരു ആരാധന നടക്കുമ്പോൾ ആരാധനയുടെ ഭാഗമായി അല്ലെങ്കിൽ ക്ഷേത്രോത്സവത്തിലെ ചടങ്ങുകളുടെ ഭാഗമായി ഒരു ഭജൻ പാടുന്നത് പോലെയല്ല നന്ദഗോവിന്ദം ഭജൻ സംഘം ഭജന പാടുന്നത്. ഇത് ഗാനമേളയ്ക്ക് സമാനമായ ഒരു സ്റ്റേജ് ഷോയാണ്. ഇവർ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല പോകുന്നത് എന്നോർക്കണം. ക്ഷേത്രവളപ്പിന് പുറത്തും വലിയ ആൾക്കൂട്ടങ്ങളെ ഇവർ അഭിസംബോധന ചെയ്യാറുണ്ട്. ഇത് ഗാനമേളയ്ക്ക് സമാനമായ ഒരു സ്റ്റേജ് ഷോയാണ്. അവർ പാടുന്നത് ഭജനാണെന്ന് മാത്രം. ഇത്തരം ഭജനകൾ ക്ഷേത്രാരാധനയുടെ ഭാഗമായി മാത്രമേ പാടാവൂ എന്ന ഒരിടത്തും നിയമമില്ല. ആർക്കു വേണമെങ്കിലും ഭജൻ ഗാനമേള പോലെ തന്നെ അവതരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരു നിയമ തടസ്സവുമില്ല. ഈ കുട്ടികൾ അതാണ് ചെയ്യുന്നത്. ഇത് ഭജൻ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലാണ് അവരുടെ മിക്ക പരിപാടികളും എന്ന് മാത്രം. എന്നാൽ ഓർക്കുക, ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രോത്സവത്തിൻ്റെയോ മറ്റ് ചടങ്ങുകളുടെയോ ഭാഗമായി അല്ല ഇവർ ഈ ഭജൻ അവതരിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഒരു സ്റ്റേജ് ഷോയായി, ഒരു എൻ്റർടൈൻമെൻറ്റ് വിരുന്നായാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം ക്ഷേത്രത്തിൽ എത്ര ചടങ്ങുകളുണ്ടെങ്കിലും അവിടെ എത്താത്തവർ ഈ ഭജൻ കേൾക്കാൻ വേണ്ടി മാത്രം എത്തുന്നത് അതൊരു സ്റ്റേജ് ഷോ ആയതുകൊണ്ടാണ്. ഈ വ്യത്യാസം തിരിച്ചറിയാതെ ഇവർ ക്ഷേത്രോത്സവത്തിലെ കർമ്മികളാണ് അല്ലെങ്കിൽ ക്ഷേത്രോത്സവ ചടങ്ങിലെ ഒഴിച്ചുകൂടാനാവാത്ത പരിപാടിക്കെത്തുന്ന സംഘമാണ് എന്ന് കരുതുന്നതിൻ്റെ പ്രശ്നമാണ്. ഇത് ഭജനാണ്, ഗാനമേളയല്ല എന്ന വിവാദമുയർത്തുന്നവർ. എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്ത് SP നായർ ഒരു പടി കൂടി കടന്ന് വികാരഭരിതനായി ഇങ്ങനെ ഒരു ശബ്ദരേഖ എനിക്ക് അയച്ചു. ഷാജ, ഇവിടെ ഒന്നാം ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവരവിടെ ഈ പള്ളി പെരുന്നാൾ, കുരിശുപള്ളി പെരുന്നാൾ വന്നാൽ പോലും ഇഷ്ടം പോലെ എന്നെല്ലാം ഇങ്ങോട്ടും തരും. ഞങ്ങള് പാരസ്പര്യത്തോടെ ജീവിക്കുന്നത്. അതല്ല പറഞ്ഞ പിന്നെ പള്ളിയിൽ ഓഫീസിൽ ചെല്ലുമ്പോ ഓം ഗണാനാം പതേ നമ എന്ന് പറഞ്ഞ അപ്പ തന്നെ അടി കൊടുക്കണ്ടേ? ഇത് ഭജനയാണെന്നും പറഞ്ഞ് ഈ അപരാധം കാണിക്കില്ലെന്നേ പറഞ്ഞുണ്ട്. ഗാനമേള ട്രൂപ്പാക്കിക്കൊണ്ടെന്നേ യുവന്മാര് കയ്യെ ചരടും കെട്ടി വേഷമൊക്കെ കെട്ടി പള്ളിയിലച്ഛന്റെ വേഷവും കെട്ടിയിട്ട് ഞാൻ നോമ്പൂർ വരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഷായന അതിന്റെ തൂക്കട് മനസ്സിലാവും. അത് ചെയ്യാൻ പാടില്ല. പട്ടിയുടെ വേഷം കിട്ടിയാൽ കുറയ്ക്കുക, പിന്നെ പൂച്ചയുടെ വേഷം കിട്ടിയാൽ അങ്ങനെ ചെയ്യുക എന്നേ ഞാൻ പറയുന്നു. അതിന് ഷായൻ അങ്ങനെ വിവരങ്ങളുടെ കാര്യമാണ്. കഷ്ടം എന്ന് പറയേണ്ട കാര്യം ഒരു കഷ്ടവും ഇല്ല കേട്ടോ. കുരിശ് വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ ആ രീതി ചെയ്യുക. അല്ലാതെ കുരിശ് വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ നല്ല ചൊല്ലേണ്ടത്. കുരിശ് വരയ്ക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്നാന്ന് വെച്ചാൽ അത് ചൊല്ലണം. പിന്നെ എന്താണ് വിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തമ്പുരാന്റെ അമ്മേ, അതുകൊണ്ടല്ലോ അറിയാമല്ലോ കുരിശ് വരയ്ക്കുമ്പോ എന്നാ. അല്ലാതെ കുരിശ് വരയ്ക്കുമ്പോ ഉണ്ടെന്നെ ഗണപതിയെ നമോസ്തുഭ്യം എന്നാണോ കുരിശ് വരയ്ക്കുമ്പോ അവന്റെ ചെപ്പിക്കലിന് അടിക്കണം അന്നേരം. അതെന്റെ അഭിപ്രായമല്ല. ചായന് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ചായൻ കുരിശ് വരയ്ക്കുമ്പം ഇനിയും ഒരു കാര്യം ചെയ്തേ, സരസ്വതി ദേവി നാവിൽ വസിക്ക നാവിൽ പല പല നാമം ജപിക്കാന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ. വീട്ടിൽ ഭാര്യ പിള്ളേരുണ്ട്, അവരെ അന്നേരം കൊങ്ങയ്ക്ക് പിടിച്ചു തന്നോട് മിണ്ടായിടുമെന്ന് പറയും. തനിക്ക് വട്ടാന്ന് പറയും. ചുമ്മാ ഇങ്ങനെ ഓളത്തരം പറയും. ഇവരൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത് ക്ഷേത്രാരാധനയുടെ ഭാഗമായി ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവരല്ല ഇവർ. നേരെ മറിച്ച് വേടന്മാരുടെ പാട്ടരങ്ങുവാടുന്ന ഗാനമേളകളും പേക്കൂത്തുകളും അരങ്ങുവാടുന്ന ക്ഷേത്ര പരിസരത്തെ ശുദ്ധമാക്കാൻ, അവിടെ കുറച്ചു ഭക്തിയുടെ വെളിച്ചം പകരാൻ ഭക്തിയിലധിഷ്ഠിതമായ ഒരു സ്റ്റേജ് ഷോയ്ക്ക് രൂപം കൊടുത്തതാണ്. അതിനവരെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ ഇടുങ്ങിയ വാതിലുകൾക്കുള്ളിലൂടെ അവരെ തള്ളിക്കയറ്റി അവരെ അവിടെ കൊട്ടിയടച്ച് അവരുടെ മുകളിൽ എന്തെങ്കിലും ചാപ്പകുത്തി അപമാനിക്കാൻ ശ്രമിക്കുന്നത്
വാസ്തവത്തിൽ ഹിന്ദു വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇക്കൂട്ടരാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ മഹത്വത്തെ, മഹിമയെ ഇല്ലാതാക്കുന്നത്. ഹിന്ദു അജണ്ടകൾ സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന PK ഷിബി എന്ന എൻ്റെ സുഹൃത്തിൻ്റെ കുറിപ്പ് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നന്ദഗോവിന്ദ ഭജൻസിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ കേവലം ഒരു പാട്ടിൻ്റെ പേരിലുള്ളതല്ല, മറിച്ച് ഒരു വലിയ നരേറ്റീവ് സെറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് അന്യമതഗാനം പാടിയത് ശരിയാണോ എന്ന ചർച്ചകൾക്കപ്പുറം നാം കാണേണ്ട ചില വസ്തുതകളുണ്ട്. നന്ദഗോവിന്ദത്തിനെതിരെ ഇപ്പോൾ വാളെടുക്കുന്നവർ സൗകര്യപൂർവ്വം മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ക്ഷേത്രമുറ്റത്ത് പുഷ്പനെ അറിയാമോ എന്ന രാഷ്ട്രീയ ഗാനം ആലപിച്ച അലോഷിയോടെ ഈ സമൂഹം ഇത്ര തീവ്രമായി പ്രതികരിച്ചിരുന്നു. അന്ന് കാണിക്കാത്ത അസഹിഷ്ണുത ഇന്ന് എന്തിനാണ് ഈ കുട്ടികളോട് മാത്രം കാണിക്കുന്നത്? അതുപോലെ തന്നെ വഴിതെറ്റിയ വരികളിലൂടെ മലയാള യുവത്വത്തെ സ്വാധീനിക്കുന്ന വേടൻ്റെ പാട്ടുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത നോക്കുക. അത്തരം അധമ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഭക്തിയുടെയും ഭജനയുടെയും വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നന്ദഗോവിന്ദം ചെയ്ത സംഭാവന ചെറുതാണോ? വേടനെ പോലെയുള്ളവർക്ക് കിട്ടുന്ന പ്രോത്സാഹനത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ തനത് കലയെ മുറുകെ പിടിക്കുന്നവർക്ക് നൽകാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് കഷ്ടമല്ലേ? ഈ കലാകാരന്മാർ പാടുന്നത് നിർത്തണം എന്ന് പറയുന്നവർ ലക്ഷ്യമിടുന്നത് ഹൈന്ദവ ഏകീകരണത്തെയല്ലേ? ആനയും അമ്പാരിയുമായി നടക്കുന്ന ക്ഷേത്രോത്സവങ്ങളിൽ പോലും 100 പേരെ തികച്ചും കാണാത്ത ഇക്കാലത്ത് നന്ദഗോവിന്ദം ഭജൻ കേൾക്കാനായി ക്ഷേത്രമുറ്റത്തെത്തുന്ന 10,000-ങ്ങളെ കണ്ട് വിറളി പിടിച്ച ഒരു കൂട്ടം ഇതിൻ്റെ പിന്നിലില്ലേ? പിന്നെ 25 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഇന്ന് ഈ നിലയിലെത്തിയത്. പ്രശസ്ത പിന്നണി ഗായകർ പോലും അവരെ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന കാലമാണിത്. ജയ് ശ്രീറാം വിളിക്കുന്നത് മഹാപരാധമായി കണ്ടിരുന്ന ഒരു കൂട്ടം ഭ്രാന്തന്മാർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്നുകൊണ്ട് സിയാപതി രാമചന്ദ്ര കി ജയ് എന്ന് 10,000-ങ്ങളെ കൊണ്ട് ഒരുമിച്ച് പാടിച്ചവരാണിവർ. അവർ പാടുന്നത് നിർത്തിയാൽ നഷ്ടം ആ കുട്ടികൾക്കല്ല, മറിച്ച് നമ്മുടെ യുവത്വത്തിനാണ്, നമുക്കാണ്. ഗാനമേളയില്ലെങ്കിൽ അവർ മറ്റു പണികൾക്ക് പോയി ജീവിച്ചോളും. പക്ഷേ നഷ്ടപ്പെടുന്നത് നമ്മുടെ സാംസ്കാരിക മുന്നേറ്റമാണ്. സിനിമ, സംഗീത മേഖലകളിൽ ഹിന്ദു പ്രാതിനിധ്യം കുറയ്ക്കാനായി സംഘടിത ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട് ഒരു കൂട്ടം. അതിനിടയിൽ ഭാഗ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വളർന്നു വരുന്ന ഇത്തരം പ്രതിഭകളെ തകർക്കാൻ വലിയ മാഫിയകൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയകളുടെ താളത്തിനൊത്ത് തുള്ളുന്നത് നാം അവസാനിപ്പിക്കണ്ടേ? സനാതനധർമ്മം എന്നത് അന്യമത വിദ്വേഷമല്ലല്ലോ. പരിപാടി നടന്നത് ക്ഷേത്രമതിലിനകത്തുമല്ല. ചാണ്ഡ്യൂമൻ അടക്കമുള്ള ക്രിസ്ത്യാനികൾ പങ്കെടുത്ത ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ഫണ്ട് തേടിയുള്ള ചടങ്ങ്. അതിൽ സംഘാടകരുടെ അനുമതിയോടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ പരിഗണിച്ച് അവർ പാടിയ ഒരു പാട്ടിനെ മുൻനിർത്തി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വിവേകമാണോ? PR ഏജൻസികളില്ലാത്ത സാധാരണക്കാരായ ഈ കലാകാരന്മാർക്ക് ചിലപ്പോൾ മറുപടികളിൽ പിഴവ് പറ്റിയിട്ടുണ്ടാകാം. അത് തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത്? അതോ വേരെയോടെ പിഴുതെറിയുകയാണോ? ഇന്നിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഹിന്ദുക്കളുടെ അസഹിഷ്ണുത എന്ന പേരിൽ ഇത് വാർത്തയാക്കിയിരിക്കുന്നു. ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡിയിൽ കിടന്ന് തെറിവിളിക്കുന്നവരിൽ എത്ര പേർ ഹിന്ദുക്കൾ ഉണ്ടാവും എന്നത് വേറെ കാര്യം. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നഷ്ടം ഹിന്ദു സമൂഹത്തിന് മാത്രമാണെന്ന കാര്യം മറക്കാതിരിക്കുക. ഡോണ്ട് മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീസ്. ചെറിയ തെറ്റുകൾ തെരഞ്ഞുപിടിച്ച് വലിയ നന്മകളെ കാണാതിരിക്കരുത്. നന്ദഗോവിന്ദം ഭജൻസ് തുടരുക തന്നെ വേണം. ലഹരിയിലും കുഴിമന്തിയിലും അഭിരമിക്കുന്ന നമ്മുടെ മക്കൾക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ സംസ്കാരം നിലനിർത്താൻ. നന്ദഗോവിന്ദം പിള്ളാരെ ഭജന എന്ന പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങിയിരിക്കുന്ന കുത്തിത്തിരിപ്പുകാരോട് ഇതിനപ്പുറത്തേക്ക് എന്ത് പറയാൻ?